ഓഫർ വല്ലതും ഉണ്ടായിരുന്നോ? മമ്മി കയ്യിൽ തന്നെ ഇപ്പൊ തന്നെ എടുത്ത് കൈ പിടിച്ചോണ്ടിരുന്നിട്ട് ഇത് തന്നെ വർത്താനം പറയാം കേട്ടോ. ഇതാണ് മമ്മിക്ക് വെള്ളം കുടിക്കാൻ. പശുവും ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എറണാകുളം വിശേഷങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പായി ദോശയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് ദോശാസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ദോശ ഫാനാണോ എന്നാൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ്. ഒത്തിരി ഫ്ലേവറിൽ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ദോശ നമുക്കിവിടെ കിട്ടും. ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ 3 വെറൈറ്റി ദോശയാണ് വാങ്ങിയത്. ഒന്ന് ചീസ് ദോശ, മറ്റൊന്ന് താറാവ് മുട്ട കൊണ്ടുള്ള ദോശ, പിന്നെ അതേ കാട മുട്ട ദോശ. ഇത് 3ആണ് വാങ്ങിയത്. എന്താണേലും അടിപൊളിയാണ് കേട്ടോ. 3 നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതുപോലെ പല വെറൈറ്റീസ് ഓഫ് ദോശ ഓരോരുത്തർ വാങ്ങുവാണെങ്കിൽ എല്ലാവർക്കും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ചീസ് ഫില്ല് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ദോശ അടർത്തി എടുക്കുമ്പോഴത്തേക്കും ആ ചീസ് ഇങ്ങനെ നമുക്ക് ചുറ്റി എടുക്കാം. നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ചമ്മന്തിയും അതുപോലെ സാമ്പാറും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ 3 പേര് ദോശ കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇതാണ് ബില്ലായത്. 3 അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു പാൽക്കട്ടി വാങ്ങിയിട്ടുണ്ട്, മിൽക്ക് പേട. അതും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എറണാകുളം യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു തുടക്കം മാത്രമാണ്. ബാക്കി ഇനി അങ്ങോട്ട് ഇന്ന് ഫുൾ ഡേ നമ്മൾ കൊച്ചിയിൽ സ്പെൻഡ് ചെയ്യുവാണ്. കുറേ കടകളിലൊക്കെ കയറാനുണ്ട്. ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡു. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ പല ഉദ്ദേശങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. ഇവരെന്ത് ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല. ഞാൻ സാരി ഡ്രൈവിംഗ് കോഴ്സിന് വന്നതാണ്. നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങളോ? ഇപ്പൊ എല്ലാവർക്കും കാണുന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉള്ള ആവശ്യമാണ് എന്നെ സാരി ഡ്രൈവിംഗ് പഠിപ്പിക്കുമെന്നൊക്കെ. അത് നടക്കില്ല. നിങ്ങൾ ആരും പഠിക്കുകയും വേണ്ട, അങ്ങോട്ട് വരികയും വേണ്ട. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങളെ ഏരിയ കണ്ടുപോയിക്കാറുണ്ടല്ലോ. ഞങ്ങൾക്ക് കുറച്ച് സാരി കൊടുക്കാൻ പാടില്ലേ? ഓഹോ, നിങ്ങൾ സാരി എടുത്തോ. നിങ്ങൾ ഉടുപ്പിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സിനിമയിലൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങളും പൊതുവെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലേ? മേക്കപ്പ് ചെയ്തോ? ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് കൈവെക്കാൻ പോവാം. അപ്പൊ ഞാൻ ഈ സാരി ഡ്രൈവിംഗ് കോഴ്സിന് പോകുമ്പോ നിങ്ങൾ എന്നാ ചെയ്യും? എവിടെ പോ നിങ്ങള്? ഞങ്ങൾ എന്റെ കൂടെ വരണ്ട. കൊണ്ട വിട്ട് അവിടുന്ന് പൊക്കോണം കേട്ടോ. ആ ഭാഗത്തേക്ക് കണ്ടുപോയിക്കരുത്. ഓക്കെ, ഞങ്ങളെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുമല്ലേ ദിവ്യ? നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. എന്തോ ഒന്നും പറയാനില്ലേ? ഞാൻ വണ്ടി പാർക്ക് ചെയ്യണ തയ്യ പോയി. അപ്പൊ എന്നെ കൊണ്ടിട്ടിട്ട് എന്താണേലും ഇവർ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകും. നല്ല ഫുഡൊക്കെ കഴിക്കാനാണ് രണ്ടിന്റെയും പ്ലാൻ. ഒന്നെങ്കിൽ ബീച്ചിൽ പോവായിരിക്കും. കൊച്ചിയൊക്കെ തുറക്കാം. പയ്യെ വായി നോക്കിയൊക്കെ ഓടിക്കുമ്പോ വണ്ടി അവിടെ ഇവിടെ ഒന്നും മുട്ടാതെ സൂക്ഷിച്ച് ഓടിക്കണം കേട്ടോ. വണ്ടിയില് സെൻസർ വെച്ചിട്ടുണ്ട്. വായി നോക്കുന്നതൊക്കെ കൊള്ളാം. ഒരു മയത്തില് കേട്ടോ. കൊച്ചി പഴയ കൊച്ചിയിലാന്ന് കേട്ടു. ഞങ്ങളൊന്ന് നോക്കട്ടെ. എല്ലാവർക്കും അറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോയുടെ ഹസ്ബൻഡ് ആണെന്ന് കേട്ടോ. ഒരു മയത്തിലൊക്കെ നോക്കണം. ഓക്കെ, സ്വയം തള്ളി മറിക്കാനുള്ള കൂട്ടുകാരനും ഒരു മയത്തിലൊക്കെ വായി നോക്കിയാൽ നന്ന് കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് വരാവേ. ആയിക്കോട്ടെ, ശരിയെന്നാ. ഡ്രൈപ്പിംഗ് ക്ലാസ് ഫിനിഷായി. എങ്ങനെയാ, എന്താ ഇഷ്ടമായോ? ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത്രയും മെലിഞ്ഞെണ്ണ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ തന്നെ പൊക്കോ. എന്തെങ്കിലും കല്യാണം അറ്റൻഡ് ചെയ്യാനുണ്ടോ? ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാമ്പോ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം ഗൈസ്. ഫസ്റ്റ് ടൈം ആണല്ലേ അത്രയും നന്നായിട്ട് സാരി കൊടുക്കും. കല്യാണത്തിന് പോലും ഇങ്ങനെ പറ്റിയിട്ടില്ല. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിച്ചാലോ അതല്ലേ? ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പയ്യന. അതെ, ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. കൊറേ കാലായിട്ടോ കാണണമെന്നും വരണമെന്ന് വിചാരിക്കും. കൊറേ നോക്കി ഓർമ്മയുണ്ടാവായിരിക്കും. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കലുണ്ട്. അതെ 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 അതെ. അപ്പൊ കുറെ നാളായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ KPയുടെ ക്ലാസ് കൂടാനായിട്ട്. അടിപൊളി ക്ലാസ് ആണ് കേട്ടോ. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ സാരി ഡ്രൈവിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ധൈര്യമായിട്ട് പോരെ, കണ്ണുമൂട്ടി പോരെ. അടിപൊളിയായിരുന്നു. ഓക്കെ, കൊറേ പേരുണ്ട് കേട്ടോ. പോരെ, കൊറേ പേരുണ്ട് കേട്ടോ. എവിടുന്നാ വരുന്നത്? ഞാൻ കുറ്റ്യാടി. അപ്പൊ ഇവിടെ വന്നിട്ട് കൊറേ പേരെ പരിചയപ്പെടാൻ പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ബൈ.
അപ്പോൾ ചിക്കു ആണെങ്കിൽ മാപ്പ് നോക്കി ഏതോ ഒരു നല്ല സ്ഥലമുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകണതാണ്. പോയി വന്നു കഴിഞ്ഞപ്പോൾ ആ കടയൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഏതോ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ലുലു മാൾ വിട്ടു. അപ്പം ചിക്കുവും നിബിച്ചേട്ടനും കൂടെ അവരവരുടെ എക്സ്പ്ലോറിങ്ങുമായിട്ട് പോയി. ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന കടകളൊക്കെ ഏതാണെന്ന് അറിയാലോ. ഞാൻ ഫസ്റ്റിനെ കയറിയത് മാക്കിലാണ്. 2 ലിപ് ലൈനറും പിന്നെ ഒരു ഐ ഷാഡോ ഗ്ലിറ്ററും വാങ്ങിയപ്പോൾ എൻ്റെ 5000 സംതിങ് പോയി. പിന്നെ അടുത്തത് അനീസ് അൻസാരി മേക്കപ്പ് സ്റ്റുഡിയോയിൽ കയറി കുറച്ച് ബ്രൈഡൽ ഐറ്റംസ് നമുക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിയത് നെയിൽ പോളിഷോ അങ്ങനെ ഹെയർ ആക്സസറി പിന്നെ കുറച്ച് മേക്കപ്പ് ബ്രഷുകൾ അതൊക്കെ വാങ്ങി. അതൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് റീഫില്ല് ചെയ്യേണ്ട സാധനങ്ങളായിരുന്നു. നമുക്ക് മേക്കപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ റെയർ ആയിട്ട് തോന്നുന്ന കുറച്ചധികം ഹെയർ ആക്സസറി ഒക്കെ വാങ്ങി കേട്ടോ. വളരെ റെയർ ആയിട്ടുള്ള ഹെയർ ആക്സസറി മാത്രമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ ബ്രൈഡ്സിന്. അപ്പോൾ കുറേ ബ്രഷുകളൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് വാങ്ങിയുള്ളൂ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ബില്ലായി. അതിന് ശേഷം ഞാൻ ഒരു ഷോപ്പിൽ കയറി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നെക്ലേസ്, ഞാൻ അങ്ങനെ മാലയൊന്നും യൂസ് ചെയ്യാറില്ലെന്ന് എല്ലാവർക്കും അറിയാലോ, അപ്പോൾ അത് വാങ്ങി. പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിൽ കയറി കഴിഞ്ഞപ്പം എനിക്ക് അടുത്തൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മലൊക്കെ വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണഞ്ചി പോട്ടോ, അത്രയ്ക്ക് ജ്വല്ലറീസാണ്. നെയിൽ എക്സ്റ്റൻഷനും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഏത് ഡ്രസ്സും എന്തും ആയിക്കോട്ടെ, എന്ത് ഡ്രസ്സാണേലും അതിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ജ്വല്ലറീസ് ലുലു ഫാഷൻ സ്റ്റോറിലുണ്ടെന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. 100% നമുക്ക് എന്ത് കളറിലും ഏത് തീമിലും ഉള്ള ജ്വല്ലറീസ് എസ്പെഷ്യലി ഇയറിങ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയത് ഈ 2 ഇയറിങ്സ് അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ മാലയാണ് വാങ്ങിയത്. അതിനുശേഷം ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയയാണ് ക്രാഫ്റ്റിൻ്റെ ഏരിയ. അവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മേടിച്ചില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ പോയി കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാരി എടുത്തിട്ടുണ്ട്. ഏതാണ്ട് മുത്തോ സ്വീക്കൻസോ ഏതാണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചില ഐഡിയാസൊക്കെ തോന്നും. അപ്പോൾ അത് വാങ്ങി വെക്കും. ഞാൻ ചെയ്യാൻ തോന്നുമ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തു. ഇപ്പോഴും വീട്ടിൽ ഒരു ഉപയോഗമില്ല ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇങ്ങനെ വാങ്ങും. അപ്പോൾ നമ്മൾ ഇന്നലെ എറണാകുളമൊക്കെ പോയി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നപ്പോൾ തന്നെ ഏകദേശം 11:30-12 മണിയായിട്ടോ. പിന്നെ കയറി കിടന്ന് ഉറങ്ങിയിട്ട് ഇച്ചിരി മുമ്പാണ് എണീറ്റത്. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയുള്ളൂ. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വില അറിയാലോ. പക്ഷേ ഇവർ കുറേ സാധനം വാങ്ങിയിട്ടോ. ഞാൻ സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സിന് പോയ സമയത്ത് ഇവർ ഡിക്കാത്രോൺ കയറി നിരങ്ങുമായിരുന്നു. അപ്പോൾ എന്തൊക്കെ സാധനമാണ് വാങ്ങിയിട്ടുള്ളത്, ഒരു ലോഡ് സാധനം ഉണ്ട്. അത് നമുക്ക് ആദ്യം ഇറക്കാം വണ്ടിയിൽ നിന്ന്. അപ്പോൾ തുറക്കൂ സീസർ, തുറക്കൂ. ലുലു കളക്റ്റിൻ്റെ കൂടെ ഉള്ള മൊത്തം ഡിക്കാത്രോണിൻ്റെ കവറൊക്കെ ഇതിനകത്താന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താ ജീവിതകാലം മൊത്തം പതിക്കാനുള്ള കമ്പിളിയും പുതപ്പും എല്ലാം അങ്ങ് വാങ്ങി തോന്നുന്നു. ഓഫർ വല്ലതും ഉണ്ടായിരുന്നോ? ഭയങ്കര ഓഫറായിരുന്നു. കട മൊത്തം മേടിച്ചോണ്ട് വന്നു. അതെയോ? കൊള്ളാമോ? ഇത് ഞാൻ തന്നെ ഇറക്കിയാൽ തീരെയല്ലോ. ഇറക്കാൻ കൂടെ എൻ്റെ പൊന്നേ മതി. ഇതെന്താ ബെഡ്ഷീറ്റ് കടയോ വല്ലതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പത്തി കിട്ടിയ മൊത്തത്തോടെ അങ്ങ് മേടിച്ചു. നീ ഇത് വെച്ചാണോ പാന്റും ബനിയനും എല്ലാം തയ്ച്ചിടാൻ പോകുന്നത്? അതെ. കൊള്ളാം. 2 എണ്ണത്തിനാണ് കടയിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് മനസ്സിലായി. ഇതിനകത്ത് പുതപ്പാണോ? എല്ലാം പുതപ്പാ. ഞാൻ മഴക്കാലം തണുപ്പൊക്കെ അല്ലേ വരുന്നത്. കൊള്ളാം, നല്ല മികച്ച തീരുമാനം. കമ്പിളി പതപ്പേന്നൊക്കെ. ഇതെന്നാ ഇത്? ബെഡ്ഷീറ്റോ? പൊന്നെ സമ്മതിക്കണം കേട്ടോ. ഷോപ്പിംഗ് എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല. ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കാണോ? ഭാര്യയോടുള്ള സ്നേഹം കൂടിയപ്പം ഏതാണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ അൺബോക്സ് ചെയ്യാം നമുക്ക്. അത് നിബിച്ചേട്ടൻ്റെയാ. ഇത് നിബിച്ചേട്ടൻ്റെയാണോ? നിങ്ങൾ പുറത്തിറക്കി വെക്ക്. എൻ്റെ പൊന്നെ, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള നൈസായിട്ടുള്ള സൈക്കോളജിക്കൽ. അത് മമ്മിക്കുള്ള സാധനം. ഇതോ? എൻ്റെ അമ്മേ. ഡിമാൻഡ് ആയിരുന്നു. പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പാത്രം മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മമ്മിക്ക് മേടിച്ചേക്കുന്ന പാത്രമാണ്. യെസ്, മമ്മിക്ക് വെള്ളം കുടിക്കാൻ 2 ലിറ്ററിന്റെ വലിയൊരു ജാറാണ്. മമ്മിക്ക് പറ്റിയ പാത്രം. അതെ, അക്ഷയ പാത്രമാണ്. അക്ഷയ പാത്രം കൊടുക്കാനാണോ? നിങ്ങൾ ഇറക്ക്, കഥയൊക്കെ ഞാൻ പറയാം. ഇത്ര സ്പേസ് ഉണ്ടായിരുന്നോ? പിന്നല്ല.
എന്റെ പൊന്നെ ഇതെന്താടാ? അതൊക്കെ പറയാം, നിങ്ങൾ ഇറക്കി വണ്ടി ആദ്യം കലിക്കത്ത. എനിക്ക് വാങ്ങിക്കുട്ടി, ഞാൻ കണ്ടില്ലല്ലോ ഇതൊന്നും വാങ്ങുന്നേ. നല്ല ഫുള്ളോടെ കൂലിപ്പണിയല്ലായിരുന്നോ? അപ്പൊ ഇതൊക്കെ ആരെയും ചുമന്ന് കയറ്റി തന്നോ? ഞങ്ങൾ തന്നെ ചോന്നു. പിന്നല്ലാണ്ട്. എന്താ ഇത്? അത് ടെന്റ്. എന്തിനാ ഇത്രയും ടെന്റ്? ഉണ്ട്. എന്റെ പൊന്നെ, ഞാൻ പഠിത്തു. ഇനി ഞാൻ ക്യാമറ പിടിക്കാം. എടുത്തു വയ്ക്ക്. മമ്മിക്ക് കമ്പിളി പുതപ്പെന്ന് പറഞ്ഞില്ലേ? നമുക്കൊരു പണിക്കാരൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇതാണ് മമ്മിക്ക് വെള്ളം കുടിക്കാൻ. പശുവും പോത്തൊക്കെ കുപ്പിക്കകത്താണ് വെള്ളം കുടിക്കണേ. അമ്മി 2 ലിറ്ററിന്റെ അമ്മി 2 ലിറ്റർ മമ്മിയുടെ വയറ്റ് കൊള്ളണ്ടേ അമ്മി? ഗ്ലാസ്സിൽ വെള്ളം തരാൻ നാണാവൂല്ലേ? മമ്മിക്ക് വേണ്ടിട്ട് ഇതെല്ലാം മേടിച്ച. മമ്മി ഒരുമാതിരി ജിമ്മ് റാംബോ പോലെയാണല്ലോ. 2 ലിറ്ററിന്റെ ജാറൊക്കെ എടുത്ത് കുലുക്കുന്നുണ്ടല്ലോ. ഏത് കവർ? മമ്മിക്കാട്ടെ ഒരു കവർ ഇരിക്കട്ടെ. മമ്മി ഇത് പിടിച്ചോ, കൊണ്ടോയ്ക്കോ. മമ്മിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് എന്നാ സാധനം എന്നുള്ളത്. നമ്മുടെ ചട്ടിങ്ങളെല്ലാം മമ്മിക്ക് ആദ്യം തന്നെ വലിയൊരു സാധനം കയ്യിലേക്ക് എടുത്ത് തന്നത്. അത് വേണ്ട. അമ്പോ, തീർന്നു. അത് മൊത്തത്തിലൊന്ന് കാണിച്ചേ. ഇതാണ് ഇന്നലത്തെ ഷോപ്പിംഗ് അല്ലേ? നമ്മുടെ എൻഡോറിന്റെ ബാക്കിൽ ഇത്ര സ്ഥലം ഉണ്ടായിരുന്നു. ഇത്ര സാധനങ്ങൾ ഈ എൻഡോറിന്റെ ബാക്കിൽ എടുത്താണ്. സമ്മതിക്കണം കേട്ടോ. മമ്മി കയ്യിൽ തന്നെ ഇപ്പൊ തന്നെ എടുത്ത് കൈ പിടിച്ചോണ്ടിരുന്നിട്ട് ഇത് തന്നെ ഭർത്താൻ പറയാലോ കേട്ടോ. ഇത്ര സാധനം അത് കയ്യിൽ നിന്ന് നിലത്ത് വെച്ചിട്ടില്ല കിട്ടിയപ്പോ മുതല്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് നല്ലതായിരിക്കും കേട്ടോ മമ്മി. ഇന്നലെ പോയി ഷോപ്പിംഗ് ചെയ്ത് ഒന്നും പോരാണ്ട് കുറെ കസേരയും മേശയും എല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. എന്താ ഉദ്ദേശം? ലോഡ് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നാന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിൽ ഒരു സൂചി കുത്താൻ സ്ഥലമില്ല കേട്ടോ. ക്രാഫ്റ്റ് ഇത് തൊട്ടാ കഴിയാൻ പറ്റില്ല. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന നല്ലത്. പല സാധനങ്ങളും കാണും കേട്ടോ. ഏതായാലും 10 രൂപ. പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് ആലോചിക്കുന്നുണ്ട്. കൂലിപ്പണി രാജൻ വാ, കൊണ്ടുവച്ചിട്ട് വാ. എന്നാ ചൂട ഇതിനൊക്കെ. അമ്മീനെ വിളിച്ചേ. അമ്മീ ഓടിയാ. മമ്മി കഴിഞ്ഞ ദിവസം ഒരു പരാതി പറഞ്ഞില്ലായിരുന്നോ? തലേണ ഇല്ലെന്നോ മറ്റോ? ഇപ്പൊ കൊറേ എണ്ണം കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. അവിടെ അടിച്ചു അമ്മീന്റെ ദൂരേക്ക് നിൽക്ക്. ചുമ്മാ ഇട്ടാ മതി. യൂസ് എന്താന്ന് മനസ്സിലായോ? ഈ സാധനം സ്ഥലത്ത് നിലത്ത് വെക്കുക, ചെരുപ്പ് വെക്കുക, നടു റോട്ടിൽ ജഗതി കിടന്ന് ഓർക്കണ്ടോ? അതുപോലെ ഇങ്ങനെ കിടക്കാം. സുഖമായിട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ വണ്ടി നിറയെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു ടൂറിസം പ്രോജക്റ്റ്
നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണിത്. അപ്പോൾ വണ്ടി നിറയെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൂറിസം പ്രോജക്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ടുള്ള സാധന സാമഗ്രികളാണിത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ അത് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ വരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഒന്നും പറയല. സർപ്രൈസ് ഇറക്കൂലി തരാമെങ്കിൽ ഞാൻ ഇറക്കാൻ കൂടാ. ഇറക്കൂലി ഷീറ്റ് ഒന്നിന് 500. ഷീറ്റിന് അത്ര പൈസ. അയ്യോ ഹോയ് 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 ഹോയ്.